RCB കൊൽക്കത്ത മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു. ഇതോടുകൂടി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 2025 IPL നിന്നും പുറത്തായിരിക്കുകയാണ്. ഇരു ടീമുകൾക്കും ഓരോ പോയിന്റ് വീതം ലഭിച്ച മത്സരത്തിലാണ് കൊൽക്കത്തയുടെ പുറത്താകൽ ഇപ്പോൾ ഉറപ്പായിരിക്കുന്നത്. 12 മത്സരങ്ങളിൽ നിന്ന് 8 വിജയവും 3 തോൽവിയും 1 സമനിലയുമായി 17 പോയിന്റുകളാണ് RCBക്കുള്ളത്. നെറ്റ് റൺ റേറ്റ് മികച്ച നിലയിലാണ്. എന്നാൽ കൊൽക്കത്തയ്ക്കാകട്ടെ 13 മത്സരങ്ങൾ അവസാനിച്ചപ്പോൾ 5 വിജയവും 6 തോൽവിയും 2 സമനിലയുമായി 12 പോയിന്റുകളാണുള്ളത്. എന്നാൽ മുമ്പിലുള്ള മുംബൈ ഇന്ത്യൻസ്, ഡൽഹി ക്യാപിറ്റൽസ്, പഞ്ചാബ് കിങ്സ് എന്നീ ടീമുകൾക്കാണ് പ്ലേ ഓഫ് ബർത്ത് ഉറപ്പിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ. മത്സരത്തിൽ ടോസ് പോലും ഇടാനാവാത്ത സാഹചര്യമാണ് മഴ മൂലമുണ്ടായത്. ഈ മത്സരത്തിൽ കൊൽക്കത്തയ്ക്ക് വിജയം അനിവാര്യമായിരുന്നു. എന്നാൽ RCBയെ സംബന്ധിച്ചിടത്തോളം എന്ത് കിട്ടിയാലും കുഴപ്പമില്ല എന്ന ലൈനിലും. കാരണം മത്സരം സമനിലയാവുമായിരുന്നെങ്കിൽ RCBക്ക് 17 പോയിന്റ് ആയനെ. ഏകദേശം പ്ലേ ഓഫ് ഉറപ്പിക്കാൻ അത് തന്നെ മതിയായിരുന്നു. ഇനി അതും സംഭവിച്ചില്ലെങ്കിൽ നാളെ ഡൽഹി ക്യാപിറ്റൽസോ പഞ്ചാബ് കിങ്സോ ആയുള്ള മത്സരത്തിൽ ഏതെങ്കിലും ഒരു ടീം പരാജയപ്പെട്ടാൽ RCBക്ക് പ്ലേ ഓഫിൽ കയറാം. കാരണം ആ 2 ടീമുകളും പ്ലേ ഓഫ് ബർത്തിനായി മത്സരിക്കുന്ന ടീമുകളാണ്. അതുകൊണ്ട് തോൽക്കുന്ന ടീമിന്റെ പ്ലേ ഓഫ് സാധ്യതകൾ മങ്ങലേൽക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതേസമയം മുംബൈ ഇന്ത്യൻസിനും 2 മത്സരങ്ങളാണ് ശേഷിക്കുന്നത്. 2 മത്സരങ്ങളും വിജയം അനിവാര്യമാണ്. പഞ്ചാബ് കിങ്സിനും ഗുജറാത്ത് ടൈറ്റൻസിനും 3 മത്സരങ്ങൾ വീതമുണ്ട്. ഡൽഹിക്കും 3 മത്സരമുണ്ടെങ്കിലും പോയിന്റ് പട്ടികയിൽ 13 പോയിന്റുകൾ മാത്രമാണ് ഡൽഹിക്കുള്ളത്. അതേസമയം ഡൽഹിയുടെ ചില സൂപ്പർ താരങ്ങളുടെ അഭാവവും ടീമിന് സമ്മർദ്ദമേറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആദ്യ 2 സ്ഥാനങ്ങളിൽ ഇടം പിടിക്കാനാണ് RCB ലക്ഷ്യമാക്കുന്നത്. അങ്ങനെ സംഭവിച്ചാൽ ടൂർണമെന്റിലെ ക്വാളിഫയർ 1-ൽ പരാജയപ്പെട്ടാൽ വീണ്ടും ഒരു ലൈഫ് ലഭിക്കും. അതുകൊണ്ട് എല്ലാ ടീമുകളും ആദ്യ 2 സ്ഥാനത്തിൽ ഫിനിഷ് ചെയ്യാനുള്ള തത്രപ്പാടിലുമാണ്. എന്നാൽ ഇപ്പോഴുള്ള 4 ടീമുകൾക്കും അതിനുള്ള സാധ്യതകളുണ്ട്. ഗുജറാത്ത് ടൈറ്റൻസ് ഏകദേശം പോയിന്റ് പട്ടികയിൽ ആദ്യ 2 സ്ഥാനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഉറപ്പിച്ച മട്ടാണ്. തൊട്ടു പിന്നാലെ ഏത് ടീം ഉറപ്പിക്കുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്.